മൂന്നാറിൽ LDFിന്റെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ മുന്നണി ബന്ധം അവസാനിപ്പിച്ച് BJPയിൽ ചേർന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു LDFിന്റെ നയവിശദീകരണ യോഗം നടന്നത്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വഞ്ചകനാണ് എസ് രാജേന്ദ്രൻ എന്ന യോഗം ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയും ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ മുന്നണി ബന്ധം അവസാനിപ്പിച്ച് BJPയിൽ ചേർന്ന സാഹചര്യവും പരിഗണിച്ചായിരുന്നു മൂന്നാറിൽ LDFിന്റെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വഞ്ചകനാണ് എസ് രാജേന്ദ്രൻ എന്ന് CV വർഗീസ് പറഞ്ഞു. ആ ഒറ്റുകാരനായി മാറിയതിനു ശേഷം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനെ വേട്ടയാടാമെന്നാണ് പ്രിയപ്പെട്ട രാജേന്ദ്ര താൻ കരുതുന്നതെങ്കിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ പോരാട്ടപാതയിൽ ഒട്ടേറെ ജീവരക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന അനശ്വരരായ രക്തസാക്ഷികളെ സാക്ഷി നിർത്തി പറയുന്നു. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതിൽ ഒരു തർക്കവും വേണ്ട. തനിക്ക് തീരുമാനിക്കും എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം വേണ്ടി എന്നുള്ളത്. പിന്നെ എന്താ പറയുന്നത്, ഇപ്പൊ BJPക്ക് ഒത്തുചേർന്നതിന് മഹാസംഭവം ഉണ്ടാകുന്നുണ്ട്. കോടി കൂട്ടുവായിട്ട് കോടിയായില്ലേ. ഒരു ഗുണമുണ്ടായി പ്രിയപ്പെട്ടവരെ BJPയിലേക്ക് രാജ്യത്ത് നിന്നപ്പോ ഇന്ന് ഞാൻ ഇന്ന് മറയൂരിൽ പോയി LDFിന്റെ യോഗമാണെങ്കിൽ പറയട്ടെ, രാജേന്ദ്രൻ BJPയിലേക്ക് ചെന്നതിന്റെ ഭാഗമായി നൂറുകണക്കായ ആളുകൾ മറയൂര് കാന്തല്ലൂരിൽ നിന്ന് BJP വിട്ട് CPMയിൽ ചേർന്ന് അവരെ സ്വീകരിച്ചതിന് ശേഷമാണ് ഇന്നിവിടെ എത്തുന്നത്. മനസ്സിലായോ? അതാണ് പാർട്ടി. ഇതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരിക്കലും വ്യക്തികേന്ദ്രീകൃതമായ പാർട്ടിയല്ല. എസ് രാജേന്ദ്രനെതിരെ യോഗത്തിൽ സംസാരിച്ച LDF നേതാക്കളെല്ലാം രൂക്ഷഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. നയവിശദീകരണ യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. CPM മൂന്നാർ ഏരിയ സെക്രട്ടറി M രാജൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് A രാജ MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ലക്ഷ്മണൻ, KK വിജയൻ, R ഈശ്വരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ A രാജേന്ദ്രൻ, V മാരിയപ്പൻ, PK കൃഷ്ണൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MY ഔസേപ്പ്, P മുത്തുപ്പാണ്ടി, അഡ്വക്കേറ്റ് T ചന്ദ്രപാൽ, TM മുരുകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.